ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇന്ത്യ സ്ഥാനം എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. NCERTയുടെ ആദ്യത്തെ ചാപ്റ്ററാണ്. ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സീരീസാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ത്യ സ്ഥാനം എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് NCERTയിലുള്ളത് നോക്കുക. ഇത് ആദ്യത്തെ ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെയും അക്ഷാംശ രേഖാംശ രേഖയൊക്കെ പറയുന്നതിന് മുമ്പ് അവരവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ടെന്ന് അറിയാമോ? അതിരുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും അതേപോലെ തന്നെ കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. എങ്ങനെയാണ്? ഇന്ത്യയുടെ വടക്ക് കാശ്മീർ, തെക്ക് വരുമ്പോൾ കന്യാകുമാരി, അത് നമുക്ക് അറിയാവുന്നതാണ്. കിഴക്ക് പടിഞ്ഞാറ് മാത്രമാണ് മാറിപ്പോകുന്നത്. കിഴക്ക് എവിടെയാണ് വരുന്നത്? അരുണാചൽ പ്രദേശ്, പടിഞ്ഞാറ് ഗുജറാത്താണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ തീരപ്രദേശത്ത് നിന്നും എത്ര നോട്ടിക്കൽ മൈൽ അകലെയാണ് നമ്മുടെ ഇന്ത്യയുടെ രാജ്യാതിർത്തി നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 12 നോട്ടിക്കൽ മൈലാണ്. ഏകദേശം എത്ര കിലോമീറ്റർ വരുമെന്ന് അറിയാമോ? 21.9 കിലോമീറ്റർ ദൂരം വരും. അപ്പോൾ അത് ചോദിക്കാം. ഇന്ത്യയുടെ രാജ്യാതിർത്തി കടലിലേക്ക് വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പോൾ അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 നോട്ടിക്കൽ മൈൽ ദൂരമാണ്. അപ്പോൾ 12 നോട്ടിക്കൽ മൈലാണ് ഇന്ത്യയുടെ രാജ്യാതിർത്തി വരുന്നത്. അത് ഏകദേശം കിലോമീറ്ററിൽ കണക്കാക്കുമ്പോൾ 21.9 കിലോമീറ്റർ. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരുമ്പോൾ കിലോമീറ്ററും ചോദിക്കാവുന്നതാണ്. അപ്പോൾ 12 നോട്ടിക്കൽ മൈൽ ഏകദേശം 21.9 കിലോമീറ്റർ ആണ് കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയുടേതാണ് കേട്ടോ പറയുന്നത്. സ്റ്റാറ്റ്യൂട്ട് മൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നോക്കൂ, എന്താണ് സ്റ്റാറ്റ്യൂട്ട് മൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 63,360 ഇഞ്ച്. എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ട് മൈൽ നോക്കിയേ 1.6 കിലോമീറ്റർ ആണ്. ഓക്കെ, ഒരു സ്റ്റാറ്റ്യൂട്ട് മൈൽ ഇവിടെ മൂന്നാമത് തന്നിട്ടുള്ളതാണ്. നോക്കൂ, ഒരു സ്റ്റാറ്റ്യൂട്ട് മൈൽ ഏകദേശം 1.6 കിലോമീറ്ററും സ്റ്റാറ്റ്യൂട്ട് മൈൽ എന്നതുകൊണ്ട് 63,360 ഇഞ്ചുമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോട്ടിക്കൽ മൈൽ എങ്ങനെയായിരിക്കും? 72,960 ഇഞ്ച്. ഇഞ്ച് കണക്കിനേക്കാളും എനിക്ക് കൂടുതൽ കിലോമീറ്റർ കണക്ക് ചോദിക്കാനാണ് ചാൻസ്. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് ഏകദേശം എത്ര ദൂരം? അത് 1.8 കിലോമീറ്റർ ആണ്. സ്പെസിഫിക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ 1.852 കിലോമീറ്റർ. അപ്പോൾ ഈ നോട്ടിക്കൽ മൈൽ 1.8 എന്നുള്ള ആവറേജ് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്ററോളം പോകുന്നുണ്ട്? 21.9 കിലോമീറ്ററും അതേപോലെ തന്നെ 12 നോട്ടിക്കൽ മൈൽ. ക്ലിയർലി? ഒന്നുകൂടി പറയാം. സ്റ്റാറ്റ്യൂട്ട് മൈൽ എന്ന് പറയുന്നത് 63,360 ഇഞ്ചാണ്. അതേപോലെ തന്നെ നോട്ടിക്കൽ മൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് 72,960 ഇഞ്ചാണ്. അതേപോലെ ഒരു സ്റ്റാറ്റ്യൂട്ട് മൈൽ ഏകദേശം 1.6 കിലോമീറ്റർ ആണ് വരുന്നത്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് 1.8. ഒന്നെന്ന് ചോദിച്ചാൽ 1.8. അതേപോലെ തന്നെ 12 നോട്ടിക്കൽ മൈൽ ആകുമ്പോൾ 21.9. അവിടെ അതാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലിൽ എത്ര അക്ഷാംശം വരെ വ്യാപിച്ചു കിടക്കുന്നു നോക്കണം. തെക്കൻ അതിർത്തി 6°45' ഉത്തര അക്ഷാംശം വരെ വ്യാപിച്ചു കിടക്കുന്നു. എങ്ങനെയാണ്? ബംഗാൾ ഉൾക്കടലിലേക്കാണ് വ്യാപിച്ചു കിടക്കുന്നത്. ആ ബംഗാൾ ഉൾക്കടലിലേക്ക് എങ്ങനെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? അക്ഷാംശം 6°45' വരെയാണ്. ഇത്രയും വിശാലമായ അക്ഷാംശ രേഖയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ഏകദേശം 30 ഡിഗ്രി വീതമാണ്. ചോദിക്കാം കേട്ടോ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയാണ്, അക്ഷാംശ രേഖയല്ല ചോദിക്കുന്ന, അക്ഷാംശീയ വ്യാപ്തി എത്ര അളവുണ്ട്? അത് 30 ഡിഗ്രിയാണ്. രേഖാംശീയ വ്യാപ്തിയും 30 ഡിഗ്രി തന്നെയാണ്. എന്നാൽ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള യഥാർത്ഥ ദൂരം എടുക്കുകയാണ്. ഇന്ത്യയുടെ വടക്ക്, അതായത് നമ്മൾ പറഞ്ഞ കാശ്മീർ മുതൽ എവിടെ വരെ? തെക്ക് കിടക്കുന്ന കന്യാകുമാരി വരെയുള്ള ദൂരം എടുത്തു കഴിഞ്ഞാൽ 3,214 കിലോമീറ്റർ. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് മുന്നത്തെ ക്വസ്റ്റ്യൻസിലുള്ളതാണ്. എത്രയാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്? 3,214 കിലോമീറ്റർ ആണ്. അതേപോലെ നോക്കിക്കേ, കിഴക്ക് പടിഞ്ഞാറ് നമ്മൾ ഈ പറഞ്ഞ ഏത് മുതൽ? അരുണാചൽ പ്രദേശ് മുതൽ ഗുജറാത്ത് വരെ കിടക്കുന്ന ദൂരം 2,933 കിലോമീറ്റർ ആണ്. അപ്പോൾ കൂടുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തെക്ക് വടക്ക് ദൂരം തന്നെയാണ് കൂടുതൽ. 3,214 കിലോമീറ്ററും 2,933 കിലോമീറ്ററുമാണ് എന്തിലുള്ളത്? നമ്മുടെ പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ വ്യാപിച്ചു കിടക്കുന്നത്. ക്ലിയർല്ലേ? പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യാപിച്ചു കിടക്കാനുള്ള സമയം എന്തുകൊണ്ടാണ് അങ്ങനെ മാറുന്നത് എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ പഠിക്കേണ്ട ഒരേ ഒരു ക്ലിയർ ആയിട്ടുള്ള പോയിന്റ്, രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കുറയും. അതായത് നമ്മൾ ഈ ധ്രുവങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമധ്യ രേഖ ഭൂമിയെ രണ്ടായിട്ട് മുറിക്കുന്നതാണല്ലോ. അപ്പോൾ ഏറ്റവും എൻഡിൽ കാണുന്ന, ഭൂമിയുടെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന, ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന രണ്ട് ധ്രുവങ്ങളാണ്. അതേപോലെ ഉത്തര അർദ്ധഗോളത്തിൽ ഒരു ധ്രുവമുണ്ട്, അതേപോലെ തന്നെ സദേൺ പോളിലും ഉണ്ട് നമുക്കൊരു ധ്രുവം. അങ്ങനെയാണെങ്കിൽ രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൂടും. അങ്ങനെയാണെങ്കിൽ ഭൂമധ്യ രേഖയുടെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് എന്തായിട്ട് വരുമായിരിക്കും? അത് കുറഞ്ഞു വരും. ഓക്കെ അല്ലേ? അപ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തെങ്കിലും കൂടി വരും. അപ്പോൾ ധ്രുവങ്ങളിലേക്ക് വരുമ്പോൾ എന്താവുന്നു? കുറഞ്ഞു വരുന്നു. പഠിക്കണേ. രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ധ്രുവങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കുറയുന്നു. അപ്പോൾ രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ധ്രുവങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കുറയുന്നു. അങ്ങനെയാണെങ്കിൽ അക്ഷാംശ രേഖകൾ തമ്മിലുള്ള അകലം മാറുന്നില്ല. എല്ലായിടത്തും ഏകദേശം എന്താണ്? ഒരുപോലെയാണ്. ക്ലിയർ അല്ലേ? അക്ഷാംശ രേഖകൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്ന അക്ഷാംശ രേഖ, അല്ലാത്തത് രേഖാംശ രേഖ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല? മാറ്റം ഉണ്ടാവുന്നില്ല. എന്നാൽ ധ്രുവങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്, കുറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? രാജ്യത്തിന്റെ തെക്ക് ഭാഗം ഉഷ്ണമേഖലയും വടക്ക് ഭാഗം ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണമിതോഷ്ണ മേഖലയാണെന്നാണ് അക്ഷാംശ മൂല്യം വെച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? അക്ഷാംശ മൂല്യം വെച്ച് നമ്മൾ തിരിച്ചിരിക്കുന്നതാണ്. എന്ത്? ഉഷ്ണമേഖല, വടക്ക് ഭാഗം ഉപോഷ്ണ മേഖല, അതേപോലെ ഉഷ്ണമിതോഷ്ണ മേഖലയാണ് തിരിച്ചിരിക്കുന്നത്. അത് അക്ഷാംശ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഭൂരൂപങ്ങൾ, അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ് ഇല്ലേ, നമ്മൾ ഈ പഠിക്കുന്ന ഹിമാലികളുടെ രൂപീകരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതേപോലെ മിയാണ്ടറുകൾ, ഓക്സ്ബോ ലേക്കുകളൊക്കെ ക്വസ്റ്റ്യൻ വരുന്നില്ലേ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്ത്യയുടെ ഭൂരൂപങ്ങളിൽ നിന്ന് വരുന്നതാണ്. കാലാവസ്ഥ, മണ്ണിനം, സ്വാഭാവിക സസ്യജാലങ്ങൾ എന്നിവയുടെ വൈവിധ്യത്തിനൊക്കെ കാരണമാകുന്ന ഈ പറഞ്ഞിട്ടുള്ള അക്ഷാംശ രേഖയിലുള്ള വ്യത്യാസം, അതായത് അക്ഷാംശീയ മേഖലകളിലുള്ള വ്യത്യാസങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ രേഖാംശീയ വ്യാപ്തി വെച്ചിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, രേഖാംശ മൂല്യങ്ങൾ നിരീക്ഷിച്ചാൽ ഇന്ത്യയുടെ തെക്കേ അറ്റവും കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിൽ ഏതാണ്ട് 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് കാണപ്പെടുന്നത്. അക്ഷാംശ
അക്ഷാംശം തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ സമയത്തിന് അവിടെ ടൈം സോണിൽ ഡിഫറൻസ് ഇല്ല അക്ഷാംശ രേഖ നോക്കുമ്പോൾ. പക്ഷേ രേഖാംശ രേഖ ധ്രുവങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ പല വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ പറ്റും. പല രേഖാംശ രേഖകൾ കണക്കിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമയത്തിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ പല രാജ്യങ്ങൾക്ക് പല സമയം ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായും അവർ അതിന് വേണ്ടിയിട്ട് രേഖാംശ രേഖകളെ ഒരു മാനദണ്ഡമാക്കി എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സമയങ്ങൾ നിശ്ചയിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കൂ എവിടെയാണ് രേഖാംശ മൂല്യങ്ങൾ നിരീക്ഷിച്ചാൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിൽ ഏതാണ്ട് 30 ഡിഗ്രിയുടെ വ്യത്യാസം. എവിടെയാണ് 30 ഡിഗ്രി വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ 30 ഡിഗ്രിയുടെ കാര്യം പറഞ്ഞാണ്. ഇത് രാജ്യത്തിന്റെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിൽ ഏകദേശം 2 മണിക്കൂർ. നോക്കൂ, രേഖാംശ രേഖയിലെ 30 ഡിഗ്രിയുടെ വ്യത്യാസം ഇന്ത്യൻ സമയത്തിന്റെ എത്ര സമയത്തിന് വ്യത്യാസമുണ്ട്? 30 ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത് 2 മണിക്കൂർ 30 മിനിറ്റുമാണ്. ക്ലിയർ അല്ലേ? ഏകദേശം 2 മണിക്കൂർ വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാലോ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ കിഴക്കപ്പോൾ അരുണാചൽ പ്രദേശിൽ ഒരു സമയം, ഗുജറാത്തിൽ വേറൊരു സമയം നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന വെച്ച് അങ്ങനെയാണ് നമുക്ക് 2 മണിക്കൂറോളം വ്യത്യാസം വരുന്നുണ്ട്. കിഴക്ക് അക്ഷാംശവും കിഴക്ക് രേഖാംശവും പടിഞ്ഞാറ് രേഖാംശവും എടുക്കുമ്പോൾ ഏകദേശം 2 മണിക്കൂറോളം വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ? മാനക രേഖാംശം, സ്റ്റാൻഡേർഡ് മീഡിയൻ ആണുള്ളത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ സമയം നമുക്ക് നിശ്ചയിക്കാൻ രേഖാംശ രേഖയാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചൂടെ ഒരു സമയത്തിന്റെ ഒരു രാജ്യത്തിന്റെ സമയം നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്ന രേഖാംശ രേഖയാണ്. അങ്ങനെയാണെങ്കിൽ മാനക രേഖാംശമാണ് ഉപയോഗിക്കുന്നത്. പഠിച്ചൂടെ? മാനക രേഖാംശം അഥവാ സ്റ്റാൻഡേർഡ് മീഡിയൻ നിശ്ചയിക്കുന്നതിൽ രാജ്യങ്ങൾക്കിടയിൽ ഒരു പൊതുധാരണയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മാനക രേഖാംശം നിശ്ചയിക്കുന്നത് പോലെയല്ല ഇപ്പോൾ അമേരിക്കയിൽ നിശ്ചയിക്കുന്നത്. സ്വാഭാവികമായിട്ട് ക്ലാഷ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു നിശ്ചിത രീതിയിലുള്ള അളവ് കാണുന്നുണ്ട്. എങ്ങനെയാണ് ആ അളവ് എന്ന് വെച്ചാൽ, മാനക രേഖാംശം കണക്കാക്കണമെങ്കിൽ 7 ഡിഗ്രി 30 മിനിറ്റിന്റെ ഗുണിതങ്ങളാണ്. എന്താണ് 7 ഡിഗ്രി 30 മിനിറ്റിന്റെ ഗുണിതങ്ങളായ രേഖാംശ രേഖകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മാനക രേഖാംശം. അപ്പോൾ നമുക്ക് NCERT എന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റൂല. ഇന്ത്യയുടെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ലോകത്ത് എങ്ങനെ സമയം കണക്കാക്കുന്നത് മാനക രേഖാംശ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഡിഗ്രി രേഖാംശ രേഖയാണ് മാനക രേഖാംശ രേഖയായിട്ട് കണക്കാക്കുന്ന? 7 ഡിഗ്രി 30 മിനിറ്റിന്റെ ഗുണിതങ്ങളാണ് എന്ത്? മാനക രേഖാംശം. ക്ലിയർ അല്ലേ? കുറേ രേഖാംശ രേഖകളുണ്ട്. അതിൽ 7 ഡിഗ്രി 30 മിനിറ്റിൻ്റെത് മാത്രമേ എന്താവുന്നുള്ളൂ, അതിന്റെ ഗുണിതങ്ങൾ മാത്രമേ എന്താവുള്ളൂ? മാനക രേഖാംശം ആവുള്ളൂ, സ്റ്റാൻഡേർഡ് മീഡിയൻ ആവുള്ളൂ. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ, അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് ആണ്. എത്രയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് ആണ്. ഈ വർഷം 2026 ചോദിച്ച ചോദ്യത്തിൽ ഈ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ജനുവരി മാസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്. അപ്പോൾ ഇന്ത്യയുടെ മാനക രേഖാംശം ഗുണിതങ്ങളാണെന്നൊക്കെ ഓർത്ത് വെച്ചാൽ കൂടി കുറച്ചും കൂടെ നമുക്ക് ഫാക്ട് വരുന്നത് ഇതാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ്. ക്ലിയർലി? 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള, കിഴക്കാണ് കേട്ടോ, ഈസ്റ്റ് ആണ്. ക്ലിയർലി? 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ മാനക രേഖാംശം അഥവാ സ്റ്റാൻഡേർഡ് മീഡിയൻ. ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ് കേട്ടോ അവിടെ IST എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ മാനക സമയം അഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് മാനക സമയത്തേക്കാൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. ഗ്രീനിച്ച് രേഖ വെച്ചിട്ടാണല്ലോ നമ്മൾ വേൾഡിലെ സമയങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അത് വെച്ച് കണക്കാക്കുമ്പോൾ IST സമയം എത്ര കൂടുതലാണെന്ന് വെച്ചാൽ IST പ്ലസ് എത്രയാണ്? 5 മണിക്കൂർ 30 മിനിറ്റുമാണ്. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പുറത്തുള്ള കൺട്രി നമ്മൾ സമയം കണക്കാക്കുമ്പോൾ 5 മണിക്കൂറൊക്കെ വ്യത്യാസം കാണുന്നത്. ഇതുകൊണ്ടാണ് 5 മണിക്കൂറല്ല, ചില സ്ഥലങ്ങളിൽ 2 മണിക്കൂർ അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രീനിച്ച് രേഖയുടെ സമയവും ഇന്ത്യയുടെ സമയം തമ്മിൽ 5 മണിക്കൂർ 30 മിനിറ്റിന്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സമയവും നമ്മുടെ സമയം തമ്മിൽ ഇത്ര ഒരു ഡിഫറൻസ് കാണിക്കുന്നു. ക്ലിയർ അല്ലേ? വിശാലമായ കിഴക്ക് പടിഞ്ഞാറ് വിസ്തൃതിയിൽ ഒന്നിലധികം മാനക സമയങ്ങളുള്ള ചില രാജ്യങ്ങളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരുണാചൽ പ്രദേശിൽ നമുക്ക് ഒരു സമയം കിട്ടുവാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ഗുജറാത്തിൽ വേറൊരു സമയമാണ് വരുന്നത്. ആ ഒരു സമയം നമുക്ക് ഇന്ത്യയിലില്ല, കണക്കാക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു സമയമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയല്ല. ഒരു രാജ്യത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല സമയങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മളിവിടെ ഗുജറാത്തിൽ ഒരു സമയം കൊണ്ടുവന്നു, അരുണാചൽ പ്രദേശിൽ വേറൊരു സമയം കൊണ്ടുവന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു രാജ്യത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല സമയം എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഒരു സ്ഥലമാണ് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അവർക്ക് എത്ര സമയ മേഖലകളുണ്ട്? മാനക രേഖാംശത്തെ അടിസ്ഥാനമാക്കി അവർക്ക് 7 സമയ മേഖലകളുണ്ട്. ചോദിക്കാം കേട്ടോ. USAയുടെ ആകെ സമയ മേഖല എന്ന് ചോദിച്ചാൽ ഒരു സമയമല്ല അവർ ഫോളോ ചെയ്താൽ അവർക്ക് 7 എണ്ണം ഉണ്ട്. പല സ്ഥലത്ത് പലതായിരിക്കും. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇതേപോലെ പല സംസ്ഥാനങ്ങളായിട്ട് പ്രൊവിൻസുകളായിട്ടൊക്കെ തിരിക്കുന്നത്. അങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ 7 സമയ മേഖലകളുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു മെയിൻ ഫാക്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ സ്ഥാനവും അതേപോലെ എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നതാണ്. നോക്കൂ, ഇന്ത്യയുടെ മാനക സമയം എന്ന ആശയം നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ജയ്സൽമീർ രാജസ്ഥാനിലുള്ള പ്രദേശമാണ്. ജയ്സൽമീറിനെ അപേക്ഷിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏകദേശം നമുക്ക് എത്രയാണ്? 2 മണിക്കൂർ മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യൻ ഉദിക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ ഞാൻ പറഞ്ഞ ഓർമ്മയില്ല. അരുണാചൽ പ്രദേശിന്റെ സമയം അവിടെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചുകൂടി ഇത് വരുന്നുണ്ട്, സൂര്യൻ ആദ്യം ഉദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സമയം കൂടുതലാണ്, പെട്ടെന്ന് എത്തും. മറ്റിടത്താണെങ്കിൽ ഒരു
2 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ എന്നാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളായി സ്ഥിതി ചെയ്യുന്ന ഭോപ്പാൽ, ചെന്നൈ, ജയ്സൽമീർ എന്നിവിടങ്ങളിലും കിഴക്ക് ദിബ്രുഗഡ്, ഇംഫാൽ എന്നിവിടങ്ങളിലും വാച്ചുകൾ ഒരേ സമയത്താണ് പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ IST ആണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 7ാമത്തെ രാജ്യമാണ്. ആദ്യത്തേതാരാണ്? കാനഡയാണ്. ഇന്ത്യയുടെ വിസ്തീർണ്ണം 3.28 ദശലക്ഷം കിലോമീറ്റർ ആണ്. ലോകത്തിന്റെ ആകെ വിസ്തൃതിയുടെ 2.4% ഇന്ത്യക്കുള്ള. ലോകത്തിന്റെ ആകെ വിസ്തീർണ്ണം എടുത്തു കഴിഞ്ഞാൽ ഗ്ലോബിൽ നോക്കുമ്പോൾ നമ്മൾ 2.4% മാത്രമേ ഉള്ളൂ. ചോദ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യക്കാൾ വലിപ്പം കൂടിയ രാജ്യമാണ് കാനഡ, ചൈനയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ 7 രാജ്യങ്ങളുണ്ട്. 7ാമത്തേതാണ് ആരെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി നോക്കിയ ഇവിടെ വലിപ്പം ഏറെ ഭൗതിക വൈവിധ്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ഈ ചെറിയൊരു പ്രദേശമാണ്, 2.4 ആണെങ്കിൽ പോലും ഏകദേശം നമുക്ക് കുറേ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കുണ്ട്. അപ്പോൾ അത് പല കാലാവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ കടലുകളിൽ ഉണ്ടാകുന്ന കാറ്റ്, മൺസൂൺ കാറ്റ്, അത്തരത്തിലുള്ള പല വൈവിധ്യങ്ങളും ഇന്ത്യക്കുണ്ട്. ഹിമാലയ പർവ്വതമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ വൻ നദികൾ കേട്ടോ. ഇവയാണ് വൻ നദികൾ. അപ്പോൾ താഴെ കാണുന്നവയിൽ ഏതാണ് വൻ നദികൾ എന്ന് ചോദിക്കാം കേട്ടോ. ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി. സിന്ധു പറഞ്ഞിട്ടില്ല, കാരണം സിന്ധു കൂടുതൽ ഒരു 1-2 ജില്ലയിൽ കൂടെ ഒഴുകിയിട്ട് 1-2 സംസ്ഥാനങ്ങൾ കൂടെ ഒഴുകിയിട്ട് പാകിസ്ഥാനിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സിന്ധുവിന്റെ പേര് പറയാത്തത്. പക്ഷേ ഇവിടെ ഗംഗ, ബ്രഹ്മപുത്രയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട എന്താണ്, ഗംഗയും ബ്രഹ്മപുത്രയും ഹിമാലയൻ നദികളാണ് കേട്ടോ. 3 ഹിമാലയൻ നദികളേ ഉള്ളൂ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ബാക്കിയുള്ളതെല്ലാം എന്താണ്, ഉപദ്വീപിയൻ നദികളാണ്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി ഒക്കെ എന്താണ്, ഉപദ്വീപിയൻ നദികളാണ്. ഇനി എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്, ഹിമാലയൻ നദികളിൽ ഏറ്റവും വലുതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഏതാണ്? ഗംഗ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന നദിയൊക്കെ എന്താണ്? ഗംഗ തന്നെയാണ്. എന്നാൽ ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുത് ഗോദാവരിയാണ്. ആരാണ്? ഗോദാവരിയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ദക്ഷിണേന്ത്യയിലും ഹരിതാപമായ കുന്നിൻ പുറങ്ങൾ, വിശാലമായ മണൽപ്പുരകൾ നിറഞ്ഞ മരുപ്രദേശം, മരുഭൂമി ഉണ്ടല്ലോ, അതൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വടക്ക് ഹിമാലയ പർവ്വതം, വടക്കാരാണുള്ളത് ബോർഡറിൽ? ഹിമാലയ പർവ്വതം. വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര, അതേപോലെ സുലൈമാൻ മലനിരകൾ. വടക്ക് കിഴക്ക് പൂർവാചൽ മലനിരകൾ. ആരാണ്? വടക്ക് കിഴക്ക് പൂർവാചൽ മലനിരകൾ. തെക്ക് വിശാലമായ ഇന്ത്യൻ മഹാസമുദ്രം. ഇങ്ങനെ ഒരു അതിരാണ് നമുക്ക് എന്ത് കാണപ്പെടുന്നത്, ഇന്ത്യയുടെ ഉപദ്വീപിൽ കാണപ്പെടുന്നത്. പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഹിമാലയവും മറ്റു പർവ്വതങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു തടസ്സമായിട്ട്, സ്വാഭാവിക തടസ്സമായിട്ടൊക്കെ കാണുന്നത്. ഇവിടെ കാണപ്പെടുന്ന ചുരങ്ങൾ അറിയാലോ, ഖൈബർ ചുരം, ഷിപ്കില ചുരം, നാദുല ചുരം, ബോംഡില ചുരം, ബോള എന്നൊക്കെ അങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയത്ത് അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തു പോകാം. നോക്കൂ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും രാജസ്ഥാനിലെ ജയ്സൽമീർ മുതൽ മണിപ്പൂരിലെ ഇംഫാൽ വരെയും സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയുടെ ഉപദ്വീപ് ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. ഇത് ഇന്ത്യക്ക് 600 കിലോമീറ്റർ തീരദേശം. നമ്മൾ പറയാറില്ല, ഇന്ത്യയുടെ തീരദേശം എത്രയാണ്? 600 കിലോമീറ്റർ തീരദേശമാണ്. ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് സമൂഹങ്ങളാണ് ആരൊക്കെ? ആൻഡമാൻ നിക്കോബാറും അതേപോലെ അറബിക്കടലിൽ കാണപ്പെടുന്നതാണ് ലക്ഷദ്വീപ്, നമ്മുടെ ശ്രീലങ്കയ്ക്ക് ഉൾപ്പെടുന്ന ലക്ഷദ്വീപ് സമൂഹങ്ങൾ. അതേപോലെ ഇന്ത്യ തീരപ്രദേശത്തിൽ കണക്കാക്കുമ്പോൾ ഇന്ത്യൻ ഉപദ്വീപിന്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 7517. ഓക്കെ അല്ലേ? ഇന്ത്യൻ ഉപദ്വീപിന്റെ ആണ്. മൊത്തം എല്ലാ രാജ്യങ്ങളും എടുക്കുമ്പോൾ ഇന്ത്യൻ ഉപദ്വീപിന്റെ ആണ്. ഇന്ത്യയുടെ ചോദിച്ചു കഴിഞ്ഞാൽ 600 കിലോമീറ്റർ ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ അതായത് നമുക്ക് ഈ സുസ്ഥിര വികസന പ്രകൃതി വിഭവങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഒരു ഭൂപടാധിഷ്ഠിത പഠന സഹായമുണ്ട്. അതാണ് സ്കൂൾ ഭുവൻ പോർട്ടൽ. ഏതാണ്? സ്കൂൾ ഭുവൻ പോർട്ടൽ. ഈ സ്കൂൾ ഭുവൻ പോർട്ടൽ ഇപ്പം നമ്മൾ തന്നെ മാപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ പഠിക്കുക. അപ്പോൾ ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടി സ്കൂൾ ഭുവൻ പോർട്ടൽ ഉണ്ട്. ഈ സ്കൂൾ ഭുവൻ പോർട്ടൽ നടപ്പിലാക്കിയിരിക്കുന്ന നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആണ്. ആരാണ്? ISROയുടെ കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അത് പഠിക്കണം കേട്ടോ. പഠന ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് NRSയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആപ്ലിക്കേഷന്റെ പേര് സ്കൂൾ ഭുവൻ. സ്കൂൾ ഭുവൻ എന്താണ്? ഭൂപടാധിഷ്ഠിത പഠനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കൊണ്ടുവന്നിട്ടുള്ള NRC അതേപോലെ ഏതാണ്? നമ്മുടെ ISROയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് കേട്ടോ. അങ്ങനെ ചോദിക്കാവേ തിരിച്ച്. സ്കൂൾ ഭുവൻ താഴെ പറഞ്ഞ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയാണ്? അപ്പോൾ സ്കൂൾ ഭുവൻ എന്നത് ISROയുടെ NRCCന്റെ കീഴിൽ വരുന്നതാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതേപോലെ ഇന്ത്യൻ മഹാസമുദ്രം അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല. ശ്രീലങ്കയും മാലിദ്വീപൊക്കെ ഉണ്ടെന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതേപോലെ ഇന്ത്യയെ ശ്രീലങ്കയെ വേർതിരിക്കുന്ന രണ്ട് കടലിടുക്കുണ്ട്. അതാണ് ഒന്ന് ഗൾഫ് ഓഫ് മാന്നാറും അതേപോലെ എന്താണ് പാക് കടലിടുക്കും. ഏതാണ്? ഗൾഫ് ഓഫ് മാന്നാറും അതേപോലെ എന്താണ് പാക് കടലിടുക്കും. ഇതുണ്ടോ? ഇതിപ്പം ഈ ചോദ്യം തന്നെ നമുക്ക് വരാമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ചോദ്യം ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. നോക്കൂ, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ വിസ്തൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്താണ് കേട്ടോ. ഇതാണ് ശരിയെ. ഓപ്ഷൻ ബി ആണ് ശരി. ബി എന്ന് പറയുമ്പോൾ ഇവിടെ അല്ല, റൈറ്റ് സൈഡിലുള്ളത് എവിടെയാണ്? ഈ ഭാഗം ഇതാണ്. ദെൻ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ് കേട്ടോ. അതിർത്തി കൂടുതൽ. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം അത് ചൈനയാണ്. നമ്മൾ ആ പറഞ്ഞ 7 എണ്ണത്തിൽ 7ാമതാണല്ലോ ഇന്ത്യ വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ മാനക രേഖാംശം പഠിച്ചാൽ 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്. ക്ലിയർ? നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ടോപ്പിക് ഒരു 15 തൊട്ട് 20 മിനിറ്റിനുള്ള ഒരു ചാപ്റ്റർ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. താങ്ക് യു ഓൾ.